Hello guys, welcome to back my YouTube channel Sian Turbo. വെൽക്കം ബാക്ക് ആണ്. നമ്മൾ ഇന്നലെ തന്നെ ബ്രങ്കോട് ഒരു വീഡിയോ എടുത്തു. അത് നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. ഓക്കെ, നമുക്ക് അതിനു മുമ്പ് നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാം കാണിക്കണം. ഓക്കെ, നമ്മുടെ റസല് നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എടുക്കട്ടെ, അവനും നമ്മുടെ ഹംദാന് ഇവൻ്റെ എല്ലാവരുടെയും നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ട്. എൻ്റെയും വീഡിയോ എടുക്കുവാണ്. സ്മൈൽ. അവനൊരു ഫോട്ടോ എടുക്കണം, അതുകൊണ്ട് നമുക്കൊരു പോസ് ചെയ്യാം ഗൈസ്. അവന് വേണ്ടി നമുക്കൊരു ഫോട്ടോ കൊടുത്തു. എന്നുവെച്ചാൽ സോഷ്യൽ മീഡിയയിൽ അവനും വൈറലാവേണ്ടതല്ലേ. നമ്മൾ ഓൾറെഡി ഇവനെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി. എന്ന് വെച്ചാൽ ഹംദാനും റസലും ഓൾറെഡി വീഡിയോയിലുണ്ട് നമ്മുടെ യൂട്യൂബിൽ. എൻ്റെ ഓൾറെഡി എന്ന് വെച്ചാൽ എൻ്റെ മെയിൻ ടർബോയിൽ ഇവന്മാരെ 3 എണ്ണത്തിനെ ഞാൻ കയറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല, എനിക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ വേറൊരു കക്ഷിയും കൂടെ ഉണ്ട്, ഹാഷിം. അവരെ കിട്ടി, നമുക്ക് ഒരു വലിയ അവസരം കിട്ടിയ ഹാഷിമിനെ കിട്ടിയത്. അതും നമുക്ക് കിട്ടുന്ന ഒരു അവസരമായിരുന്നു. ഹാഷിം ഉണ്ട്, നമ്മുടെ കുട്ടിറസൽ അവിടെ ഉണ്ട്. അവനാണെങ്കിൽ പ്രാക്ടീസിങ്ങിലാണ്. അടുത്ത കളിയിൽ അവൻ വിജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഗൈസ്. എന്തായാലും അവനൊരു വിജയത്തിലോട്ട് കിടക്കും. എന്തായാലും ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോഴേ നമ്മുടെ ലാലേട്ടൻ്റെ സിനിമ ഇറങ്ങുന്നു, ബബബ. അത് കാണണം. പോയി ലാലേട്ടനുണ്ട്, ലാലേട്ടനുണ്ട് എന്നുവെച്ചാൽ ലാലേട്ടനുണ്ട് ബബബയിൽ എന്നുവെച്ചാൽ കുറേ എല്ലാവരും പറയുന്നു. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ ഒരു വൈറലായിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ലൂസിഫർ 3യെ കുറിച്ച്. അതെന്തായാലും ലൂസിഫർ 3 എന്തായാലും കൺഫേം ആണ്. പൃഥ്വിരാജ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ലൂസിഫർ 3 എന്തായാലും വരും. ഓക്കെ, കൺഫേം ആണ്. അത് L3 വേറൊരു പേരാണത്. അന്നേരം അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ എടുക്കാം. നമ്മൾ ഓൾറെഡി ഇപ്പോൾ തന്നെ ഫ്രോൺസിൻ്റെ വീഡിയോ എടുത്തു, ബ്രങ്കോയുടെ എടുത്തു, പിന്നെ ജെറ്റൂറിൻ്റെ എടുത്തു, പിന്നെ നമ്മൾ സണ്ണിയുടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുതിയ വേറൊരു വണ്ടി, നമ്മുടെ ഫോർഡിൻ്റെ തന്നെ എക്കോസ്പോർട്ട് എന്ന് വെച്ചാൽ പുതിയ ഫോർഡിൻ്റെ എക്കോസ്പോർട്ടിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു കക്ഷിയുണ്ട്, ആളുടെയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ പോകുന്നുണ്ട്, നാട്ടിൽ പോകുന്നുണ്ട്. അന്നേരം നമുക്ക് വേറൊരു കക്ഷിയും കൂടെ കാണാം. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഗിഫ്റ്റ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഒരാളെ കാണാനുള്ളൊരു വലിയ ഗിഫ്റ്റ് നിങ്ങളെ കാണാൻ എന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് എന്ന് വെച്ചാൽ നല്ലൊരു ഗിഫ്റ്റാണ്. എന്ന് വെച്ചാൽ ഗെയിംസ് കാണും എല്ലാം. ഓൾറെഡി നമ്മൾ പബ്ജിയുടെ ഒരു വീഡിയോ ഇട്ടു. പിന്നെ നമ്മൾ എന്തായാലും ഓർക്കാപ്പുറത്തായിരിക്കും ഗെയിംസിൻ്റെ വീഡിയോ ഒക്കെ ഇടാൻ പോകുന്നത്. ഓക്കെ, PS5 കിട്ടിയോടാ. നമ്മുടെ ഫ്രണ്ടിൻ്റെ PS5 വരെ പോയി. നമ്മളെ ചോദിച്ച് മടുത്തു ഗൈസ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ റസലിൻ്റെ PS5 പോയി. എന്തായാലും നമുക്ക് പുതിയൊരു PS5 എങ്ങനെയെങ്കിലും ഇവന് മേടിച്ച് കൊടുക്കണം. ഓക്കെ, അവൻ നമ്മുടെ ഹംദാൻ ചോദിക്കുന്നു നടക്കൂല്ലോ എന്ന്. എന്തായാലും നമുക്ക് എങ്ങനെയെങ്കിലും നടത്തിക്കാം, അതേ നമുക്ക് പറയാൻ പറ്റൂ ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മളെ മീശയൊക്കെ ഒന്ന് പഠിച്ചു, താടിയൊക്കെ. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് മീശയും താടിയൊക്കെ വളരത്തുള്ളൂ. ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു പണിയും കൂടെ ഉണ്ട്. ഓക്കെ, അന്നേരം നമ്മൾ ഒരു ഗിഫ്റ്റ് കൂടെ കാത്തിരിക്കുന്നുണ്ട്. അത് എനിക്ക് വേണ്ടപ്പെട്ടൊരു ഗിഫ്റ്റാണ്. അത് നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാവുന്നൊരു ഗിഫ്റ്റാണ്. എന്ന് വെച്ചാൽ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ആ ഗിഫ്റ്റിനെ അറിയാവുന്നത്. പ്രിയപ്പെട്ട എൻ്റെ ഗിഫ്റ്റാണെന്ന് അറിയാം. എന്നുവെച്ചാൽ മെയിനായിട്ട് നമ്മുടെ ഹാഷിമാണെങ്കിൽ നാണം കുടുങ്ങിയ പാവം. എന്നുവെച്ചാൽ അവൻ കളിക്കും, നല്ല ബെസ്റ്റ് കളിക്കാനാണ് ഹാഷിം. എന്നുവെച്ചാൽ ബെസ്റ്റ് കളിക്കാനെന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറത്ത് വേറൊരു കക്ഷിയുണ്ട്. അവനെ കാണിക്കാൻ പറ്റില്ല എനിക്കിപ്പോൾ. എന്നുവെച്ചാൽ അവനെ നമ്മൾ അന്ന് തന്നെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് കണ്ടു. അത് മാത്രമല്ല, ഹംദാൻ ഇവൻ തന്നെയാണ്, ഹംദാനാണ്. നെക്സ്റ്റ് കളിക്കാൻ പോവാണ്. നമുക്ക് ഇവിടുന്ന് വ്ളോഗ് ഞങ്ങൾ കളിക്കുന്ന നമുക്ക് എന്താ സ്വിച്ച് ചെയ്യാനുള്ള ഇതില്ല. നമുക്ക് സ്വിച്ച് ചെയ്യാം. നമ്മൾ എന്തായാലും കളിക്കാം. കളിയടേ, ഞാൻ കയറത്തില്ല. ഞങ്ങളെ വീഡിയോ ഒക്കെ എടുക്കാടെ കയറി. അവന്മാർ കളിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എന്തായാലും നമുക്ക് എടുത്ത് നമുക്ക് സോഷ്യൽ മീഡിയ ഇന്ന് എന്തായാലും വൈറലാക്കാം. ഓക്കെ, ഹലോ ഗൈസ്, നമ്മുടെ ആൾക്കാരെല്ലാം പ്രാക്ടീസിങ്ങിലാണ്. എല്ലാവരും പ്രാക്ടീസിങ്ങിലാണ്. എന്തായാലും പ്രാക്ടീസായിട്ട് നമ്മളെ എനർജി അവർക്ക് ഇട്ടിട്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. എനർജിയോടെ നമ്മളെ പിള്ളേർ ഇന്ന് കയറും.
എന്ന് വെച്ചാൽ ഷാജി പാപ്പനെ പിള്ളേരാണ് ഇന്ന് കയറാൻ പോകുന്നത്. ആട് 3ക്ക് വേണ്ടി നമ്മുടെ ഷാജി പാപ്പനായിട്ട് ഞാനും നമ്മുടെ പിള്ളേരും, അറക്കിൽ അബുവായിട്ട് നമ്മുടെ ഹംദാനും, നമ്മുടെ വിജയ് ബാബു, സർബത്ത് ഷമീറായിട്ട് നമ്മുടെ റസലും, കുട്ടി റസലും, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു കക്ഷി ഉണ്ടായിരുന്നു, ആളിന്ന് വന്നില്ല. അന്നേരം ആൾക്ക് വേണ്ടി നമുക്ക് വേറൊരാളെ കാണിക്കേണ്ടി വന്നു, നമ്മുടെ ഹാഷിം. അവനെ നമുക്ക് കാണിക്കണം. അവൻ വേണ്ട നല്ല ഓട്ടമാണ്, അവൻ ഓടി കളിക്കട്ടെ, ഓടി തിരുമിക്കട്ടെ. എന്നാൽ പിന്നെ വേണ്ട അവരുടെ കളി ഉണങ്ങാൻ പോവാണ്. നമുക്ക് സ്വിച്ച് ചെയ്ത് വീഡിയോ എടുക്കാം. ഓക്കെ ഓക്കെ, ഞാൻ സ്വിച്ച് ചെയ്യട്ടെ.